ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ പഠനകാലത്ത് SFIയിൽ പ്രവർത്തിച്ചിരുന്നു, സജീവ പ്രവർത്തകനായിരുന്നു. എത്ര നാളുണ്ടായിരുന്നു? ഞാൻ എൻ്റെ സ്കൂൾ പഠനകാലത്തും കോളേജ് പഠനകാലത്തും ഉണ്ടായിരുന്നു SFIയുടെ സജീവ പ്രവർത്തനം. എന്തുകൊണ്ടാണ് താങ്കൾ ആ ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള കാരണം എന്താണ്? മാറി ചിന്തിക്കാന്ന് വെച്ചാൽ അതൊരു ഏകാധിപത്യ പ്രവണതയാണ്. ഇപ്പോൾ അറിയാലോ, നമ്മുടെ പിണറായിരെ പോലെയുള്ള അവർ പറയുന്നതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇപ്പോൾ അവർ പറയണത് രാത്രിയാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി നമ്മൾ സമ്മതിച്ചു കൊടുത്തേക്കണം, അതല്ലെങ്കിൽ നമ്മളെ അവർ ഇതാക്കും, അങ്ങനെ സമൂഹത്തിൽ നിന്ന് തന്നെ ബഹിഷ്കരിക്കും. അങ്ങനത്തെ ഒരു പ്രവണതയാണ് CPM കണ്ടുവരുന്നത്. കാരണം ഞാൻ പറഞ്ഞു, അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പും ഒരു മനുഷ്യസ്നേഹിയും കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് അദ്ദേഹം ധാരാളം ഇതായിട്ടുള്ള ഇങ്ങനെ സേവനങ്ങൾ ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് തന്നെയാണ് ഇവർക്ക്, ഈ പാർട്ടിക്കാർക്ക് അദ്ദേഹത്തോടുള്ള ദേഷ്യം. ഇവരെല്ലാം കീശയിലാക്കുന്നവരാണ്. പക്ഷേ ഇദ്ദേഹം കീശയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവനാണ്, സ്വന്തം കീശയിൽ നിന്ന് എടുത്ത് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. അതാണ് അദ്ദേഹത്തിനുള്ള വ്യത്യാസം, ഇവരായിട്ടുള്ള വ്യത്യാസം. നമസ്കാരം. സുരേഷ് ഗോപി സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു സംവിധാനമാണ് കലുങ്ക് സൗഹൃദ സംവാദം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടുത്തെ സുരേഷ് ഗോപി വിരുദ്ധരായിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ട് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ സുരേഷ് ഗോപി സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത നിഷ്പക്ഷരായിട്ടുള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരുണ്ടായിരുന്നു? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ചേട്ടാ, ഇപ്പോൾ ഈ സുരേഷ് ഗോപി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിൽ ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള നേതാക്കളെ നമുക്ക് നേരിട്ട് കാണാനോ നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും രീതിയിലുള്ള ഇവർ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാറില്ല. കാരണം ഇലക്ഷൻ സമയത്ത് മാത്രമേ ഇവരെ കാണുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ MP മാർ MLA മാർ എല്ലാവരും അറിയാലോ. പിന്നെ ഇവരെ അടുത്ത ഇലക്ഷൻ സമയത്ത് കാണാറുള്ളൂ. ഇദ്ദേഹത്തിന് പലപ്പോഴും ഇലക്ഷൻ മുമ്പായിക്കോട്ടെ അതിന് ശേഷം ആയിക്കോട്ടെ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിൽ. ഇപ്പോൾ ഈ ചേട്ടൻ ഇതിന് മുന്നേ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടന എന്താണ്? ഏതെങ്കിലും പ്രവർത്തനത്തിൽ ആദ്യ കാലഘട്ടങ്ങളുണ്ട്? ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ പഠനകാലത്ത് SFIയിൽ പ്രവർത്തിച്ചിരുന്നു, സജീവ പ്രവർത്തകനായിരുന്നു. എത്ര നാളുണ്ടായിരുന്നു? ഞാൻ എൻ്റെ സ്കൂൾ പഠനകാലത്തും കോളേജ് പഠനകാലത്തും ഉണ്ടായിരുന്നു SFIയുടെ സജീവ പ്രവർത്തനം. എന്തുകൊണ്ടാണ് താങ്കൾ ആ ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള കാരണം എന്താണ്? മാറി ചിന്തിക്കാന്ന് വെച്ചാൽ അതൊരു ഏകാധിപത്യ പ്രവണതയാണ്. ഇപ്പോൾ അറിയാലോ, നമ്മുടെ പിണറായിരെ പോലെയുള്ള അവർ പറയുന്നതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇപ്പോൾ അവർ പറയണത് രാത്രിയാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി നമ്മൾ സമ്മതിച്ചു കൊടുത്തേക്കണം, അതല്ലെങ്കിൽ നമ്മളെ അവർ ഇതാക്കും, അങ്ങനെ സമൂഹത്തിൽ നിന്ന് തന്നെ ബഹിഷ്കരിക്കും. അങ്ങനത്തെ ഒരു പ്രവണതയാണ് CPM കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ സമൂഹത്തിൽ ഈ വികസനം എന്ന് പറയുന്നൊരു സംഭവം ഇന്നിപ്പോൾ രാഷ്ട്രീയത്തിനും അതിനെല്ലാത്തിനും ഉപരിയായിട്ട് നാടിൻ്റെ വികസനമാണല്ലോ രാജ്യം മുഴുവൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ കേരളത്തിലെ ബാക്കി 19 MP മാരുടെ ഒരു പങ്കാളിത്തം എങ്ങനെയാണെന്നാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? എങ്ങനെയാണ്? ഇപ്പോൾ 19 MP മാരല്ല, നമ്മളുടെ കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന കാലത്ത് 5-6 കേന്ദ്രമന്ത്രിമാർ വരെ നമ്മളുടെ സ്റ്റേറ്റിനുണ്ടായിട്ടുണ്ട്. ഈ മന്ത്രിമാർ വരെ ഉണ്ടായിട്ട് നമ്മുടെ കേരളത്തിന് എന്ത് വികസനം, കുറേ പ്രവാസികൾ ഉണ്ടായതുകൊണ്ട് ഉണ്ടായ വികസനം മാത്രമേ കേരളത്തിന് ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഈ മന്ത്രിമാരെ കൊണ്ടോ ഈ MP മാരെ കൊണ്ടോ നമുക്ക് നാട്ടിനൊരു വികസനം ഉണ്ടായിട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സുരേഷ് ഗോപി സംഘടിപ്പിക്കുന്ന പരിപാടി എങ്ങനെയാണ് മൊത്തത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? അതിൽ CPM കോൺഗ്രസ്സൊക്കെ വലിയ രീതിയിൽ നെഗറ്റീവ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ്റെ ഒരു മൊത്തത്തിലൊരു അഭിപ്രായം? അതെപ്പോഴും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തനം അല്ല. അതിനു മുമ്പ് അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു അല്ലാണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ എന്നും അദ്ദേഹത്തിനെ ഇകഴ്ത്തി കാണിക്കാനായി ശ്രമങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മീഡിയാസ് ആയിക്കോട്ടെ മറ്റു പാർട്ടിക്കാരായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ. ഇത് അദ്ദേഹത്തിനായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള ഒരവസരം നമ്മൾക്ക് ഉണ്ടായി കിട്ടുന്നത്. അത് വളരെ നല്ല കാര്യം എന്നാണ് ഞാൻ പറയുള്ളൂ. മൊത്തത്തിൽ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായല്ലോ സുരേഷ് ഗോപി ഇവിടുന്ന് കേന്ദ്രമന്ത്രിയായി പോയിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ, ഒരു നിഷ്പക്ഷൻ എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അദ്ദേഹത്തിനെ കൊണ്ട് ഒരു MP എന്ന നിലയിൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ പറ്റാത്ത ഒരു MP എന്ന നിലയിൽ പറ്റാത്തപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി, നിങ്ങൾക്കറിയാം, ഒരു വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു പാർട്ടി വേലായുധൻ എന്ന് പറഞ്ഞ വേലായുധൻ, അതൊരിക്കലും അദ്ദേഹത്തിന് നടക്കാത്ത കാര്യമാണ്. അത് അദ്ദേഹം നേരിട്ട് പറയുകയും ചെയ്തു. പക്ഷേ അതിനെ മീഡിയാസ് വളരെയധികം വളച്ചൊടിച്ചു. അത് ശരിക്കും അതിനുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം, അതിനുള്ള ശരിക്കും ട്രോള് കിട്ടുന്നുണ്ട് അവർക്കെല്ലാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പക്ക രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിനുപരിയായിട്ട് ഒരു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണോ അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പും ഒരു മനുഷ്യസ്നേഹിയും കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് അദ്ദേഹം ധാരാളം ഇതായിട്ടുള്ള ഇങ്ങനെ സേവനങ്ങൾ ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് തന്നെയാണ് ഇവർക്ക്, ഈ പാർട്ടിക്കാർക്ക് അദ്ദേഹത്തോടുള്ള ദേഷ്യം. ഇവരെല്ലാം കീശയിലാക്കുന്നവരാണ്.
പക്ഷേ ഇദ്ദേഹം കീശയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവനാണ്, സ്വന്തം കീശയിൽ നിന്ന് എടുത്ത് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. അതാണ് അദ്ദേഹത്തിനുള്ള വ്യത്യാസം, ഇവരായിട്ടുള്ള വ്യത്യാസം. ഇപ്പോൾ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പോലുള്ള വിഷയങ്ങൾ അത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയൊരു കാര്യമാണ്. സുരേഷ് ഗോപി നേതൃത്വം നൽകി അതിൻ്റെ പ്രതിഷേധ സമരങ്ങൾക്ക് പദയാത്ര നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനൊക്കെ അത് സുരേഷ് ഗോപി മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ BJPക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സുരേഷ് ഗോപിനെ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. മറ്റുള്ള രാഷ്ട്രീയക്കാർ പറയണ മാതിരിയല്ല, ഇദ്ദേഹം പറയണത്തിൽ ഇദ്ദേഹത്തിന് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സുരേഷ് ഗോപി പല പഞ്ചായത്തിലും, പ്രത്യേകിച്ച് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 34 പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു, 2 മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനത്ത് വന്നു, കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ, അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ ഇനി BJPക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല, ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് വരുന്നത്, അത് കഴിഞ്ഞ് നിയമസഭയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ BJPക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം. കാരണം വോട്ടിംഗ് ശതമാനം നമ്മുടെ നാട്ടിൽ ഒരു വോട്ടിംഗ് ശതമാനം നോക്കിയാൽ കാണാം, ഒരു സുരേഷ് ഗോപിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല, BJPനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൽ കുറേ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഇതുപോലുള്ള മാനുഷികമായിട്ട് പ്രവർത്തനത്തിൻ്റെ വകയായിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്കിലും തന്നെ മറ്റുള്ള ഇതുകൾ നോക്കുമ്പോൾ തന്നെ നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ കാണാം BJPക്ക് ഉണ്ടായ വളർച്ച കേരളത്തിൽ. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ചേട്ടൻ SFIയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ ഒരു സംഘടനയുടെ പോസിറ്റീവായിട്ടുള്ളൊരു വശം എന്തായിരുന്നു, അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള വശം ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ്? പോസിറ്റീവ് എന്നുള്ള വശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് SFIയുടെ ഗുണമല്ല, ഇവരുടെ മുന്നോട്ട് വയ്ക്കുന്ന ആ ഇതുകളാണ്. എന്താ പറയുക, അവരുടെ ഒരു ലോകം ഉണ്ടായിരുന്നു, അതാണ് കൂടുതൽ. പക്ഷേ അതിൽ ആകൃഷ്ടരായിട്ടാണ് ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ABVP ഉണ്ട്, KSC ഉണ്ട്, SFI ഉണ്ട്, AASF ഉണ്ട്. പക്ഷേ ഇവരെ ജനങ്ങൾ ആവേശം കൊള്ളിക്കാനുള്ള കുറേ ഇവരെ കഴിവുകളുണ്ട്. അത് ഇതിൽ മറ്റുള്ള സംഘടനകൾക്ക് അത് സാധിക്കില്ല. പക്ഷേ നമ്മൾ എന്തും അടുത്തറിയുമ്പോഴാണ് അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ജനങ്ങൾ വിദ്യാർത്ഥികളെ ബാക്കിലോട്ടാണ്, അവരുടെ ഇല്ലാത്ത ചിന്തകൾ ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ നമ്മളുടെ സംസ്കാരത്തിനോട് ചേർന്നതല്ല എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ ഇവരുടെ ഇതുകൾ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൻ്റെ വരാനിരിക്കുന്ന നാളുകളിൽ തെരഞ്ഞെടുപ്പ് ന്യൂജൻ്റെ ഒരു മാനസികാവസ്ഥ, ഏതെങ്കിലും ഒരു പാർട്ടി അടിമ എന്നുള്ള രീതിയിലേക്ക് ഇനി SFIയിലൂടെ വന്ന ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? അത് SFIയിൽ വന്നത് അവരൊരു തിരിച്ചറിവ് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. SFIയെ കൊണ്ട് ഒരു കാര്യമല്ല എന്ന്. കാരണം അവർ ഈ ഇതല്ല നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ABVP മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ BJP മാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ വിദേശ സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കക്ഷികളാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ, ഒരു ജനസഭ പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഡയറക്റ്റ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് തന്നെയുള്ള പോലെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സുരേഷ് ഗോപി ഈ കലിംഗ് സൗഹാർദ്ദ സഭ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പുതിയൊരു നേതാവ് കേരളത്തിൽ നിന്ന് ഉയർന്നു വരികയാണോ? ഒരു MP എന്നുള്ളതിനുപരി, കേന്ദ്രമന്ത്രി എന്നുള്ളതിനുപരി ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു മികച്ച നേതാവ് എന്നുള്ള നിലയിലേക്ക് സുരേഷ് ഗോപി നമുക്കിനി കാണാൻ സാധിക്കും? തീർച്ചയായിട്ടും. ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ പാർലമെൻറ്റ് MP അല്ല അദ്ദേഹത്തിനായിട്ടുണ്ട്. അദ്ദേഹം നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് വന്ന് അദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി ആണ് നമുക്ക് ആവശ്യം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിഞ്ഞ് അതിലിടപെട്ട് പരിഹാരം കണ്ടെത്തുന്ന ഒരു മുഖ്യമന്ത്രി. അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി വരികയാണെങ്കിൽ സാധിക്കും അദ്ദേഹത്തിനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പറ്റി എന്താണ് വിലയിരുത്തൽ? അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കാരണം അത് എത്രയും പെട്ടെന്ന് അതിനെ പുറത്താക്കുക, അത്രയും ജനങ്ങൾക്ക് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അത് ശരി. എന്നാൽ അങ്ങനെ ഒരു അത്രയും മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത്രയും മോശമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയാസ് തന്നെ ദിവസം കൊണ്ടുവരുന്ന വാർത്തകൾ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. ജനങ്ങൾക്ക് ഇപ്പോൾ ഈ 4 വർഷത്തെ ഭരണം, 3.5 വർഷത്തെ ഭരണം കഴിഞ്ഞു. ഏതെങ്കിലും ഒരു എടുത്തു പറയാവുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ടോയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നേ. പിന്നെ അപ്പോൾ ഇതാണ് സാഹചര്യം അല്ലേ? ഇനി മാറ്റങ്ങൾക്കുള്ള നാളുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും കേരളത്തിന് ഇപ്പോൾ ഇന്ത്യ മൊത്തം മാറി. BJP വന്നതോടുകൂടി ഇന്ത്യ മൊത്തം മാറി. അതുപോലെ കേരളം മാറണമെന്നാണ് ഞാൻ ജനങ്ങളോട് എല്ലാവരും എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. മുൻ SFI നേതാവ് കൂടിയായിരുന്നു നമ്മുടെ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടയിൽ ഇവിടെ കേരളത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പല രാഷ്ട്രീയ വിഷയങ്ങളും, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും സംബന്ധിക്കുന്ന ഒരു വിശദമായിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നിഷ്പക്ഷരായിട്ടുള്ള ഇതുപോലുള്ള നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉണ്ട്. വലിയ മാറ്റത്തിൻ്റെ ഒരു കാലമാണ് വരുന്നത് എന്നുള്ള സൂചന തന്നെയാണ് ഇവർ തന്നെ നമ്മളോട് പറയുന്നത്. എങ്ങനെയാണെങ്കിലും വരാനിരിക്കുന്ന ആളുകളിൽ നിരവധി വീഡിയോകൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.